കൃഷിയിടങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ തുരത്തുന്നതിനുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ജനജീവിതത്തിന് ഭീഷണിയായി മാറിയ 100-ലേറെ കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. രാത്രിയിലും പകൽ സമയങ്ങളിലും ഉൾപ്പെടെ കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. ചില ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് നേരെയും കാട്ടുപന്നികളുടെ അക്രമം ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികളും അംഗനവാടി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരും ഭയന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റും പോയിരുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കാർഷിക മേഖലയിൽ മാത്രം ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടുപന്നികളെ തുരത്താൻ പഞ്ചായത്ത് കർശന നടപടിയുമായി മുന്നോട്ട് വന്നത്. പഞ്ചായത്ത് വനംവകുപ്പിന്റെ സഹായത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു. നിലവിലും എംപാനൽ ഷൂട്ടർമാരുടെ സഹായത്തോടെ കാട്ടുപന്നികളെ തുരത്താനുള്ള നടപടികൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ജനജീവിതത്തിന് ഭീഷണിയായി മാറിയ 100-ലേറെ കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നതെന്ന് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി കാട്ടുപന്നികളുടെ ആക്രമണം, അതേപോലെ തന്നെ കർഷകർക്ക് മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമുക്കിപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ കാട്ടുപന്നികളെ തുരത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് 101ഓളം പന്നികൾ നമുക്ക് വെടിവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ സഹായം ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് കൊട്ടിയൂർ റേഞ്ച് ഷൂട്ടർ, എംപാനൽ ഷൂട്ടറായ വിനോദാട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിവകുപ്പുമായി സഹകരിച്ച് കാർഷിക വിളകൾ സംരക്ഷിക്കാൻ കമ്പിവേലി നിർമ്മിക്കുന്നതിനുൾപ്പെടെയുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. വരും ദിവസങ്ങളിലും പ്രതിരോധ നടപടികൾ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.